പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ആ പ്രതിഷേധത്തിന് ഒരിക്കലും അയവുണ്ടാവുകയില്ല, കേരളത്തിൽ നടപ്പാക്കില്ല എന്ന ഏറ്റവും ശക്തമായ തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ സംവിധാനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള മഹാറാലികളിലെ വാക്കുകളൊക്കെയും ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായി ഉയർത്തി കാണിക്കുന്ന സമയമാണ്. പൗരത്വത്തിന് മതമില്ല, മതാടിസ്ഥാനത്തിൽ ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കരുത് എന്ന സന്ദേശം ഉയർത്തി ഭരണഘടനാ സംരക്ഷണ സമിതി സംഘടിപ്പിക്കുന്ന പൗരത്വ സംരക്ഷണ സദസ് ഇന്ന് വൈകിട്ട് 7 മണിക്ക് കൊല്ലത്ത് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. രാജ്കുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ കൊല്ലത്ത് നിന്നും. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം രാജ്കുമാറിലേക്ക് എത്താമെന്നാണ് കരുതുന്നത്. എന്തായാലും അദ്ദേഹത്തിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. ഈ റാലി വിവിധയിടങ്ങളിൽ നടന്നപ്പോഴുള്ള ഒരു സ്വീകരണം, ജനങ്ങളുടെ ഒരു പ്രതികരണമൊക്കെയും കണ്ടിട്ടുണ്ട്. പൗരത്വ നിയമ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ല, നടപ്പാക്കാൻ കഴിയില്ല എന്ന ശക്തമായ ഒരു സന്ദേശവും ഈ നിലയ്ക്കുള്ള രാജ്യത്ത് നടക്കുന്ന നീക്കങ്ങൾക്കെതിരെയുള്ള വലിയ പ്രതിരോധവും ചെറുത്തുനിൽപ്പുമായി കേരളത്തിൽ ഓരോ ഇടങ്ങളിലും ഈ ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ റാലി ഇന്നത് കാണാനിരിക്കുന്നത് കൊല്ലത്താണ്. ഒരിക്കൽ കൂടി രാജ്കുമാർ ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്നും. രാജ്കുമാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ വാർത്തയിലേക്ക് വരുന്നതിന് മുൻപ് മനോഹരമായ ഒരു ഡ്രസ്സ് കേട്ടോ, നല്ല ഷർട്ട്. താങ്ക് യു. ശരി, അപ്പോ വാർത്തയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ ജനങ്ങളുടെ പ്രതിഷേധം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ വലിയ പ്രസക്തിയോടുകൂടി തന്നെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം, ഒരു നിലയ്ക്കും നടപ്പാക്കില്ല എന്ന ഒരു ഉറപ്പും ഇപ്പോൾ നൽകി മുന്നോട്ട് പോവുകയാണ്. കൊല്ലത്ത് എങ്ങനെയാണ് ക്രമീകരണങ്ങൾ, പരിപാടികൾ? ഇതിനു മുമ്പ് സംസ്ഥാനത്ത് ഇങ്ങനെ അതായത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഈ ഭരണഘടന സംരക്ഷിച്ചുകൊണ്ട് ഭരണഘടന സത്യപ്രതിജ്ഞ, ഭരണഘടന പ്രതിജ്ഞ തുടങ്ങിയ പദ്ധതികൾ, പരിപാടികൾ, സമരങ്ങൾ, പ്രതിരോധങ്ങൾ കേരളമെമ്പാടും കഴിഞ്ഞ ഒരു 4-5 വർഷം എടുത്താൽ നമുക്കത് മനസ്സിലാവും. എല്ലാ സർക്കാർ ഓഫീസുകളിലും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും, പൊതു ഇടങ്ങളിലും ഒക്കെ ഈ ഭരണഘടന ആമുഖം എഴുതി വെച്ചുകൊണ്ട് നമ്മളൊരു സാംസ്കാരിക പ്രതിരോധം, ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഒരു പ്രതിരോധം തീർത്തിരുന്നു. അത് ഈ ഇന്ത്യൻ ഭരണഘടന എന്താണ്, അതിലെന്താണ് പറയുന്നത് എന്ന് സാധാരണക്കാരെ, പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ്. പണ്ടൊക്കെ ഇത് സ്കൂളുകളിൽ നമുക്ക് നമ്മുടെ സിലബസിൽ മാത്രം ഉണ്ടായിരുന്നതാണ്. അത് പിന്നീട് അതിപ്പോൾ പൊതു ഇടങ്ങളിലേക്ക് വ്യാപിക്കുന്ന തരത്തിലേക്ക് ഒരു ഗവൺമെന്റിന്, ഒരു ജനങ്ങളെ സ്നേഹിക്കുന്ന, ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്, പിണറായി വിജയന്റെ സർക്കാരിന് അത് വേണ്ടി വന്നു. അങ്ങനെ ഒരു പ്രതിരോധം തീർത്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട അതിന്റെ വിജ്ഞാപനം പ്രഖ്യാപിക്കുകയും അതിപ്പോൾ നടപ്പിലാക്കാൻ കേന്ദ്രം തിരക്കിട്ട ഒരു ശ്രമം നടത്തുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഈ പൗരത്വ സംരക്ഷണ സദസ് മറ്റു ജില്ലകളിലും നടന്നു. ഇപ്പോൾ കൊല്ലം ജില്ലയിലും നടക്കുകയാണ്. തെക്കൻ കേരളത്തിലെ ഈ കൊല്ലം ജില്ലയിലും അതിവിപുലമായിട്ടുള്ള ഒരു സദസ് നടക്കും. ഇന്ന് വൈകിട്ട് കണ്ടോൺമെന്റ് മൈതാനിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് 7 മണിക്ക് നോമ്പ് തുറയും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും എത്താൻ സൗകര്യം കൂടി കണക്കിലെടുത്താണ് അങ്ങനെ ഒരു സമയം തീരുമാനിച്ചതും. 7 മണിക്ക് അതിന്ന് നടക്കും. അതില് ഈ മതപണ്ഡിതന്മാരായാലും സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയ ഭേദമന്യേ നിരവധി ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്, ക്ഷണിച്ചിട്ടുണ്ട് ഇതിന്റെ ഈ സമിതി. അതില് വലിയ ഒരു ജനാവലിയെ തന്നെ പ്രതീക്ഷിക്കുന്നു. നേരത്തെ നടന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു വലിയ സാഗരം തന്നെ ഉണ്ടായിരുന്നു. അതുപോലൊരു ജനസാഗരം ഇവിടെ വരുമെന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഈ ഒരു മതവിഭാഗം മാത്രമല്ല അങ്ങനെ അവരെ ടാർഗറ്റ് ചെയ്യുന്നെങ്കിലും മറ്റുള്ളവർ, കേരളത്തിന്റെ മനസ്സെപ്പോഴും ഒരു മതേതര മനസ്സാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള മതത്തിൽപ്പെട്ടവർ പോലും അതില് ആ നിയമത്തെ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു നിയമം കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അത് നമ്മൾ കഴിഞ്ഞ നിയമസഭയില് ഈ മുഖ്യമന്ത്രി തന്നെ അത് രാഷ്ട്രീയ ഭേദമന്യേ അവിടുത്തെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ നിയമം നടപ്പിലാക്കരുത് എന്ന് പ്രമേയം പാസാക്കിയിരുന്നു. ഒപ്പം തന്നെ കേരള ഗവൺമെന്റ് കോടതിയെ സമീപിച്ചു. ആ നിലയിലൊക്കെ ഒരു നിയമപരമായും ജനാധിപത്യപരമായും സാംസ്കാരികമായും പ്രതിരോധം തീർത്താണ് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു സമിതിക്ക് രൂപം നൽകിയതും. ആ സമിതിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കേരളത്തിലെമ്പാടും ഇതിനെതിരെ, ഈ പൗരത്വ നിയമത്തിനെതിരെ ഒരു പോരാട്ടം നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കൊല്ലത്ത് ഇത് ചേരുന്നത്. ശരി രാജ്കുമാർ, താങ്ക് യു. എന്തായാലും രാജ്കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ജനകീയ പ്രക്ഷോഭമാണ്. ജനങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്
നൽകാനുള്ള മറുപടി കൂടിയായി ഈ ഒരു മഹാറാലി വിവിധ ഇടങ്ങളിൽ കേരളത്തിൽ മാറുന്നതിന് സമാനമായൊരു കാഴ്ച ഇന്ന് കൊല്ലത്തും നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വൈകിട്ടാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് ഈ പരിപാടി.